She Matters in ആദ്യം നമ്മളോടൊപ്പം വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒരു ടൺ പോസിറ്റിവിറ്റിയുമായി ജോയിൻ ചെയ്യുന്നത് പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരുപാട് പേർക്ക് റോൾ മോഡൽ ആയിട്ടുള്ള കാര്യക്ഷമതയുടെ കാര്യത്തിലും വിനയത്തിന്റെ കാര്യത്തിലും പര്യായം എന്ന് തന്നെ പറയാവുന്ന ഡോക്ടർ കെ വാസുകി IAS ആണ്. Ma'am, this is She Matters, so let's start off with a very positive question. എല്ലാവരും എപ്പോഴും ചോദിക്കും ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു, സ്ത്രീ എന്ന രീതിയിൽ വന്ന ഹേർഡിൽസ് എന്തൊക്കെയായിരുന്നു എന്ന്. ലെറ്റ് മീ ആസ്ക് യു, ഒരു സ്ത്രീ എന്ന രീതിയിൽ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയത് ഇറ്റ് വാസ് ബിക്കോസ് ഐ വാസ് എ വുമൺ എന്ന രീതിയിൽ തോന്നിയ കാര്യങ്ങളുണ്ടോ മാമിന്റെ ലൈഫിൽ പ്രൊഫഷണലി? ശരിക്കും വുമൺ എന്ന മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ തിങ്ക് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഞാനൊരു ഡോക്ടറും കൂടിയാണ്, അതുപോലെ തന്നെ സൈക്കോളജിയും വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറൻസസ് അത് എല്ലാം ജനറൽ ആയിട്ടാണ് പറയുന്നത്, പക്ഷെ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടാവും. ബട്ട് ജനറൽ ആയിട്ട് സ്ത്രീകൾ ചിന്തിക്കുന്ന രീതിയും ആണുകൾ ചിന്തിക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ സ്ത്രീകള് കുറച്ചും കൂടി ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് ഏറ്റെടുക്കാൻ കുറച്ചും കൂടി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സ്ത്രീ ആയിട്ട് ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു ജീവിത രീതി തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി ഇത്രയും നശിപ്പിച്ചതും, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മലിനീകരണവും വരുന്നത്, ഇത്രയും കാർബൺ ഫുട് പ്രിന്റ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിത രീതി കൊണ്ടാണ്. ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് ഓഫ് അവർ ഹൈ കാർബൺ ഫുട് പ്രിന്റ് ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ക്യാമ്പയിൻസ് ഒക്കെ നടത്തുമ്പോൾ ഒരു സ്ത്രീ ആയിട്ട് ഐ കുഡ് റിലേറ്റ് വിത്ത് അനദർ മദർ ആസ് എ മദർ ഓഫ് 2 ചിൽഡ്രൻ. അപ്പൊ ഞാൻ എപ്പോഴും ഒരു മദറായിട്ട് അപ്പീൽ ചെയ്യുവാണ്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയോ അല്ലത് ആർക്ക് വേണ്ടിയല്ല, പക്ഷെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് അവരാണ് ഈ ഭൂമിയിൽ ഇനിയും കൂടുതൽ സമയം ചെലവ് ചെയ്യാൻ പോകുന്നത്, അവരാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയായിട്ടും, അപ്പോ അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അച്ഛനായാലും ശരി, ആസ് എ പാരന്റ് നമുക്ക് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് എൻ്റെ ഒരു വർക്ക്ഷോപ്പും ക്ലാസ്സുകളും ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു അമ്മയായിട്ട് ഞാൻ അപ്പീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് അത് കേൾക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വണ്ടർഫുള്ളി ആർട്ടിക്കുലേറ്റഡ്, താങ്ക് യു സോ മച്ച്. ഇതേ പോയിന്റ്സ് തന്നെ, ദാറ്റ് ഈസ് ദിസ് സെൻസിറ്റിവിറ്റി, ബീങ് എ മദർ, ആ ഒരു ഫീൽ, അതിനെ തന്നെ നെഗറ്റീവ് ആയിട്ടും പലപ്പോഴും പോർട്രേ ചെയ്യുന്ന ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ബേസ്ഡ് ഓൺ ദ ടൈം ഓഫ് ദ മന്ത്, ബി ഇറ്റ് ഹോർമോണൽ ചേഞ്ചസ് ഓർ മൂഡ് സ്വിങ്സ്, ഇതിനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ അത് വിമൻ വിൽ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ബിഗ് ഇഷ്യൂസ് എന്ന് ഇപ്പോഴും ഇവർ 2021 വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. സോ യു ഹാവ് സക്സസ്ഫുള്ളി ലെഡ് മെനി ടീംസ് ഓൺ ഡിഫറെന്റ് മിഷൻസ്. അത് പ്രളയ സമയത്താണെങ്കിലും, ശുചിത്വ മിഷന്റെ ഭാഗമായിട്ടാണെങ്കിലും, കളക്ടർ എന്ന രീതിയിലാണെങ്കിലും, ഇപ്പോൾ അഗ്രികൾച്ചർ ഡയറക്ടർ എന്ന രീതിയിലാണെങ്കിലും. സോ വാട്ട് ഹാസ് ബീൻ യുവർ എക്സ്പീരിയൻസ്? ഡസ് ദോസ് തിങ്സ് എവർ എഫക്ട് യുവർ പ്രൊഫഷണൽ ലൈഫ് ഇൻ എനി വേ? Yeah, okay, you brought a very interesting and less discussed about subject. ഈ മാസത്തിൽ ഒരിക്കലും നമുക്ക് വരുന്ന ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ, മെന്റൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ അത് ഒരു സാപക്കേടായിട്ടാണ് നമ്മുടെ പെണ്ണുകൾ കൺസിഡർ ചെയ്യുന്നത്. വി ഫീൽ ഇറ്റ്സ് എ കേഴ്സ് ദാറ്റ് എ വുമൻ ഹാസ് ടു ഗോ ത്രൂ എന്നൊക്കെ. പക്ഷെ ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്പിരിച്വൽ ആംഗിളും കൂടി ഉണ്ട്. അതായത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ടു ഓൾ ഓഫ് യു, എനിക്ക് ശരിക്കും PMS എന്ന് പറയുന്നത്, അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിരുന്നു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ജസ്റ്റ് ബിഫോർ ഐ ഗെറ്റ് മൈ പീരിയഡ്, മൈ മൂഡ് ചേഞ്ചസ് ആൻഡ് എവറിത്തിങ്. ഇതൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കാറില്ല. വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഇതെല്ലാം ഒരു ടാബു ആണ്, സ്റ്റിഗ്മ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി ഉപയോഗിച്ച് ഞാൻ ഇതുകുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ എല്ലാ വിമനുക്കും അങ്ങനെ ആവണമെന്ന് ആവശ്യമില്ല, ചില വിമനുക്ക് മാത്രമേ അങ്ങനെ ആവാറുള്ളൂ. ബട്ട് ഐ വാസ് വൺ ഓഫ് ദി അൺലക്കി വൺസ് എന്ന് പറയാം. ബട്ട് റാദർ ലക്കി, ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് ലക്കി, ബിക്കോസ് എക്സാക്ട്ലി ഒരു 5-6 ഡേയ്സ് മുൻപ് എൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ ഇറിറ്റബിൾ ആവും, ഒത്തിരി ദേഷ്യം വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വി ഫീൽ ദാറ്റ് അപ്പം നമുക്ക് മനസ്സിലാവും
പതുക്കെ over a period of a few years I understood that okay appo nammal feel cheynathu is not because of us. ഇപ്പൊ എന്തോ ഒരു ഹോർമോൺ കൊണ്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറുന്നുണ്ട്. ആൻഡ് എവറി ടൈം വെൻ ഐ ഗോ ത്രൂ ദീസ് മൂഡ് ചേഞ്ചസ് ഞാനതൊരു മെന്റൽ പ്രാക്ടീസ് ആയിട്ട് എടുത്തു. ഇറ്റ് ബിക്കേം എ മെഡിറ്റേഷൻ ഇൻ ഇറ്റ് സെൽഫ്. അത് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയി. സോ ഐ കുഡ് സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈ മൈൻഡ്. മാമിനോട് ചോദിക്കുന്നുണ്ടാവും എങ്ങനെയാണ് വർക്കും ഫാമിലിയും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. But the men in the family, the fathers, the husbands, they don't always get that question. So have you experienced that kind of a question? And ഇതിനെ എങ്ങനെയാണ് നാം ടാക്കിൾ ചെയ്യാറ്? പേഴ്സണൽ ലൈഫിലും ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരുപാടുണ്ട്. അപ്പോ ഞാൻ IAS പഠിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ദിസ് ജോബ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ എ വുമൻ, ഫാമിലി ലൈഫ് എഫക്ട് ആവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ സോ ദ തിങ് ഈസ് ഇത് ഡെഫിനറ്റ്ലി ഒരു രീതിയിൽ ഒരു സെക്സിസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ബിക്കോസ് സ്ത്രീകൾ മാത്രമേ ഇത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് പതുക്കെ ഇപ്പൊ മാറുന്നുണ്ട്. ബിക്കോസ് ഇപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ഒരു 40-50 കൊല്ലങ്ങളായിട്ടാണ് കൂടുതൽ സ്ത്രീകൾ പ്രൊഫഷണൽ അരീനയിലേക്ക് വരുന്നുണ്ട്. ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ദ തിങ്കിങ് ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് സ്റ്റിൽ ഇസ് ചേഞ്ചിങ്. വി ഹാവ് ഓൾവേസ് വർക്ക്ഡ് ഓൺ എംപവറിംഗ് വിമൻ. നമ്മൾ എത്രമാത്രം നമ്മൾ വിമൻ എംപവർ ചെയ്യണം, അങ്ങനെയൊക്കെ വിമനുടെ റൈറ്റ്സും വിമനുടെ അവകാശങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ സമയത്തും വിമനെ മാത്രമേ ടാർഗറ്റ് ചെയ്തു. പക്ഷേ ഹൗ ടു ലിവ് വിത്ത് ആൻ എംപവേർഡ് വുമൻ എന്ന് ആണുകൾക്ക് നമ്മൾ അത്രയും ഒരു ആണുകളെ ടാർഗറ്റ് ചെയ്ത് വിമൻ എംപവർമെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. ഫാമിലി എന്ന് പറയുന്നത് it is completely, I mean, it is a complete responsibility of both of the people. അപ്പൊ ഇത് രണ്ടുപേരും ഒരുമിച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതാണ്. ഐ ഓൾവേസ് സേ ഇൻ എവറി പ്ലാറ്റ്ഫോം ദാറ്റ് other than getting pregnant and probably feeding milk to the baby, ഇത് രണ്ടും അല്ലാതെ ആണുങ്ങൾ കെയർ ഓഫ് ദ ബേബിയിലെ വേറെ എന്തും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് തന്നെ ഐ മീൻ he's a feminist himself. അത് എന്റെ ഒരു ഭാഗ്യമാണ്. എന്നെക്കാട്ടിലും എന്റെ ഹസ്ബൻഡ് ആണ് he's a better father because he gives such quality time to children. ചെറുപ്പം തൊട്ട് തന്നെ കുളിപ്പിച്ചു വിടണമെങ്കിലും കഴിച്ചു വിടണമെങ്കിലും ഐ മീൻ he feeds them, he takes care of them. ഒരുപാട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് we ensured that we divided and there is a division of labor. Next question to you, that is, ഇപ്പോ കമല ഹാരിസ്, പ്രിയങ്ക രാധാകൃഷ്ണൻ ഇവരൊക്കെ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഇപ്പൊ അവർ നേടിയെടുത്ത പൊസിഷൻ നേടിയെടുക്കുമോ എന്ന സംശയവും പലർക്കും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്നും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഒരു വുമൻ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരുമ്പോ, ഒരു പവർഫുൾ പൊസിഷനിലേക്ക് വരുമ്പോ അതിനതായിട്ടുള്ള അക്സെപ്റ്റൻസും റെസിസ്റ്റൻസും തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ചലഞ്ചസും കൂടി ഉണ്ട്. ഒരു വുമൻ ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഷീ ഹാസ് ടു പുട്ട് ഇൻ ലിറ്റിൽ ബിറ്റ് ഓഫ് മോർ എഫേർട്ട് ദാൻ എ മാൻ വുഡ് ഹാവ് ടു ഡു. പീപ്പിൾ തിങ്ക്, നമ്മളെല്ലാം വിചാരിക്കും വിമൻ ആർ വീക്ക് ഇമോഷണലി, വി ആർ നോട്ട് ടഫ്. ഇത് ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ച് നമ്മള് എന്താ തെറ്റായി വിശ്വസിച്ച് പോകുന്ന ഒരു വിഷയങ്ങളാണ്. സി ഇഫ് യു ഗോ ആൻഡ് ടെൽ a lion that you are only a cat, the lion will believe that it's only a cat. Okay. So അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്ത വന്നത്. പക്ഷേ എന്റെ ഒരു അനുഭവത്തിൽ, and again when I'm speaking from psychology and everything, women are pretty strong. എനിക്ക് ഒരു റിയലൈസേഷൻ വന്നത് ഇപ്പോൾ ഈ വേദിയിൽ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്നു? വി തിങ്ക് ദാറ്റ് ഇഫ് വി വിൻ വിൽ ബി ഹാപ്പി. അപ്പോൾ ഓരോരോ സ്വപ്നങ്ങളും ഞാൻ കണ്ടപ്പോൾ എനിക്ക് വന്ന ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്, സി all of us compete, all of us try to win, all of us try to get a good job, all of us try to earn a lot of money. എല്ലാത്തിൻ്റെ ബേസിക് കാരണം എന്താണ്? ഇറ്റ് ഈസ് pursuit of happiness. You are a very successful administrator, and അതിന്റെ ഒരു വലിയ പെർസെന്റേജ് എഫേർട്ട് ആണ് to have people do the things they have to do.
അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇൻഡിവിജ്വലി അവിടെ എത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഡെലിഗേറ്റ്, യു ഹാവ് ടു റിക്വസ്റ്റ് പീപ്പിൾ ടു ഡു, സംടൈംസ് ഓർഡർ പീപ്പിൾ ടു ഡു. സോ വാട്ട് ഈസ് യുവർ മന്ത്ര? ഹൗ ഡു യു ഗെറ്റ് പീപ്പിൾ ടു ഡു ദ തിങ്സ് ദേ ഹാവ് ടു ഡു? My mantra is I try to always get things done by inspiring people. Because നമ്മുടെ ഒരു മനുഷ്യരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മള് we always look for inspiration. അത് ഏതൊരു I always believe that this holds true everywhere, whether it is parenting, whether it is a husband and wife relationship or a daughter mother relationship, ഏത് റിലേഷൻ, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഏതായാലും നിങ്ങൾ തന്നെ പേഴ്സണൽ ആയിട്ട് നോക്കി കാണും. ആരെങ്കിലും വഴക്ക് പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞ് അവരെ ചെയ്താൽ അവരൊന്നും മാറാൻ പോവില്ല. ആൻഡ് അവരുടെ പെർഫോമൻസ് ഒന്നും അതുകൊണ്ട് കൂടാൻ പോവില്ല. പക്ഷേ അവരുടെ ഒരു നല്ല കാര്യങ്ങൾ കണ്ടെത്തി യുവർ സ്ട്രെങ്ത് ഇസ് ദിസ്, യു ഹാവ് എ വണ്ടർഫുൾ സ്ട്രെങ്ത്, യു ആർ വെരി സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രേരിപ്പിച്ച് ഇൻസ്പയർ ചെയ്താൽ അവിടെ കിട്ടുന്ന ഊർജ എന്ന് പറയുന്നത് നമ്മൾ വഴക്ക് കൊടുത്ത് കിട്ടുന്ന ഊർജനെ കാട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു 10-20 ഇരട്ടിപ്പ് കൂടുതലായിരിക്കും. Because I mean positive inspiration is always a big energy booster. So വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ഇപ്പൊ. അപ്പൊ സ്പെഷ്യലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വേൾഡാണ് നമ്മുടെ. മാം ഇപ്പൊ മെഡിസിൻ എടുത്തു, അതിനുശേഷം സിവിൽ സർവീസിൽ വന്നു, ഇപ്പൊ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് പഠിച്ചു പോകാനുള്ള ഒരു സമയവും ഓപ്പർച്യൂണിറ്റിയും ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് എപ്പോഴും കിട്ടുന്നില്ല. പ്രൊഫഷണൽ കയറിയതിനു ശേഷമേ കിട്ടുന്നുള്ളൂ. സോ വാട്ട് ഹാസ് ബീൻ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ പ്രൊഫഷണൽ വർക്ക്? ഇപ്പൊ ഞാൻ ചെറുപ്പം തൊട്ട് ഈ ഒരു കോമ്പറ്റീറ്റീവ് എൻവയറമെന്റിൽ തന്നെ പഠിച്ച് വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഐ തിങ്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് ഇസ് നോട്ട് എ ഗ്രേറ്റ് വേൾഡ്. ഈ ഒരു മെന്റാലിറ്റി തന്നെ വളരെ ഒരു മോശമായ മെന്റാലിറ്റിയാണ്. And of course, we have to compete if we have to achieve our dreams. I understand that. But let that competitiveness not get to you. അതായത് ഈ കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ട് നമ്മൾ we forget about teamwork. സഹ മനുഷ്യരെ നമ്മൾ വന്നിട്ട് എപ്പോഴും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്, സഹ മനുഷ്യനായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ടീം സ്പിരിറ്റ് പോയി, ഒരു ഹ്യൂമൻ സ്പിരിറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എവറിത്തിങ് ഹാസ് ബിക്കം അബൌട്ട് വിന്നിങ്. ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ്, ബിക്കോസ് ലാസ്റ്റ് I don't know for the last 35 whatever years that I had been walking on this planet, ഇതേ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ആണ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു റിയലൈസേഷൻ വന്നത് ഇപ്പൊ ഈ വേദിയിൽ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്നു? വി തിങ്ക് ദാറ്റ് ഇഫ് വി വിൻ we'll be happy. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ആയാൽ I'll be happy. Okay, ഡോക്ടർ ആയി, അതും സ്റ്റേറ്റ് ഫസ്റ്റ് മേടിച്ചിട്ട് I was a state topper. I got the best medical college. I was very happy. എത്ര സമയം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു? ഒരു മാസം. എന്റെ അനാട്ടമി HOD വന്നിട്ട് ഇവിടെ കാണുന്ന 166 കുട്ടികളിൽ മിക്കവാറും 100 പേരെങ്കിലും ഫെയിൽ ആവും എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഹാപ്പിനെസ് പോയി. Then then it's not enough if I'm a doctor, I have to become an IAS officer. So we thought that becoming an IAS officer will bring you happiness. Yes, it did. അപ്പോ ഓരോരോ സ്വപ്നങ്ങളും ഞാൻ കണ്ടപ്പോ എനിക്ക് വന്ന ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്, all of us compete, all of us try to win, all of us try to get a good job, all of us try to earn a lot of money. എല്ലാത്തിന്റെ ബേസിക് കാരണം എന്താണ്? It is pursuit of happiness. One more question, ma'am. You are very happy where you are, ma'am. ഇപ്പൊ പറഞ്ഞതിൽ വെച്ച്, പക്ഷെ എന്നാലും any ഫ്യൂച്ചറിലേക്ക് is there a department or a field you would be like to be a part of? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? I mean, obviously it's not in our hands always, but still, ma'am ആഗ്രഹിക്കുന്ന വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഉണ്ടോ ഇനി? ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന വകുപ്പിലാണ് ഇരിക്കുന്നത്. ഐ എം ലക്കി. ശരിക്കും എനിക്ക് കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ബിക്കോസ് നമ്മുടെ തലമുറയില്, നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. അത് പക്ഷേ എല്ലാവരും അത് ഇന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നതാണ് എന്റെ ഒരു വിഷമം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത്. കാരണം നമ്മുടെ എന്റെ ഒരു ശക്തമായ അഭിപ്രായം എന്ന് പറയുന്നത്,
കൃഷി മൂലം നമുക്ക് കൃഷി മുഖേന നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന് മറുപടി കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താ മാറ്റത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രമിക്കാനാണ് എന്റെ ഒരു ആഗ്രഹം. വണ്ടർഫുൾ മാം, താങ്ക് യു സോ മച്ച്. ആ ആഗ്രഹങ്ങളൊക്കെയും നേടിയെടുക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. Wish you all the success in everything you do, and please keep smiling like this. Please keep inspiring us like this. Thank you so much for your time. Thank you so much. എനിക്കും വളരെ സന്തോഷമായിരുന്നു. എന്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ ഒരു പാഠങ്ങളാണ് ഞാൻ എല്ലാവർക്കും പകർന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. It is only an opinion that all of you can just open your mind and think about it. And if you don't agree, let us agree to disagree. Anyway, thank you so much. I had a wonderful time.